കുട്ടികൾ പരീക്ഷയൊക്കെ എഴുതി കഴിയുമ്പോൾ ജയിക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ, അല്ലെങ്കിൽ ഇത്ര ശതമാനത്തിൽ കൂടുതൽ മാർക്ക് കിട്ടുമോ ഇല്ലയോ, A+ ഫുള്ളായിട്ട് കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചില പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. ചില ഇല പറിച്ചിട്ട് നോക്കും, ചിലർ വചനം എടുത്ത് നോക്കും, അങ്ങനെ പല പരീക്ഷണങ്ങൾ നടത്തും. ഈ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ താല്പര്യങ്ങളുണ്ടാകും. ഈ താല്പര്യത്തിനനുസരിച്ചല്ല ഈ പരീക്ഷണങ്ങളിൽ റിസൾട്ട് വരുന്നതെങ്കിൽ നമ്മൾ അത് വിശകായിപ്പോയി, അതുകൊണ്ട് വീണ്ടും വീണ്ടും വിടാം എന്ന് വിചാരിക്കും. ഒരു പ്രാവശ്യം ഇട്ടത് ശരിയായില്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കും. അതിൻ്റെ അത് മെജോറിറ്റി എടുക്കും. എന്നിട്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ 9 പ്രാവശ്യം ഇട്ട് നോക്കും. എന്നിട്ട് മെജോറിറ്റി എടുക്കാൻ നോക്കും. അപ്പോഴും നമ്മുടെ മനസ്സിന് ഇണങ്ങിയ ഉത്തരം കിട്ടുന്നത് വരെ ഈ പരീക്ഷണം തുടർന്നുകൊണ്ടിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലോട്ടറി എടുക്കുന്നവർ ഇപ്പം കിട്ടും എന്നോർത്ത് സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കും. അവരവരുടെ മനസ്സിന് ഇണങ്ങുന്നത് വരെ അത് ചെയ്തുകൊണ്ടേയിരിക്കും. ക്രിസ്തുവിലെ വിശ്വാസവും ഏറെക്കുറെ പ്രകാരമാണ്. ക്രിസ്തുവിനോട് താല്പര്യമുള്ളവർ അവർ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായിട്ട് മാറും. യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളുണ്ടാകുമ്പോഴോ ക്രിസ്തുവിൽ നിന്ന് വ്യതിചലിക്കില്ല. എന്നാൽ മഹാഭൂരിഭാഗം വിശ്വാസികളും ക്രിസ്തുവിനോടൊപ്പമായിരിക്കുന്നത് സാമ്പത്തിക നേട്ടത്തിന്, കാര്യങ്ങളുടെ നടത്തിപ്പിന്, അല്ലെങ്കിൽ ജോലി കിട്ടുന്നതിന്, അങ്ങനെ പല താല്പര്യങ്ങളുണ്ടാകും. ഈ താല്പര്യത്തിൻ്റെ പുറത്ത് ക്രിസ്ത്യാനിയെ ആകുന്നവൻ ഏതെങ്കിലുമൊക്കെ തിക്താനുഭവങ്ങൾ വൈദികരിൽ നിന്നോ സന്യസ്തരിൽ നിന്നോ മെത്രാനിൽ നിന്നോ ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു പോക്ക് പോവും. പിന്നെ അവൻ ഈ പ്രദേശത്തേക്ക് പള്ളിയിലെ പട്ടക്കാരനുമില്ല എന്ന് പറഞ്ഞ് നടക്കുകയും ചിലപ്പോഴൊരു ന്യായീകരണം കണ്ടെത്തും. പള്ളിയോടും പട്ടക്കാരനോടും ഒരുപാട് അടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നങ്ങനെയൊക്കെയുള്ള ന്യായീകരണങ്ങൾ കണ്ടെത്തും. ചുരുക്കി പറഞ്ഞാൽ ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതൊക്കെ കുഴപ്പമാണ്. യേശുവിനെ വിശ്വാസികൾ, യഥാർത്ഥ ശിഷ്യർ ക്രിസ്തുവിനെ ഇഷ്ടപ്പെട്ട് നടക്കുന്നവരാണ്. അവനവൻ്റെ ഇഷ്ടത്തിന് നടക്കുന്ന ക്രിസ്തുവിനെയല്ല, ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്ന വിശ്വാസിയാണ് യഥാർത്ഥ വിശ്വാസി. നമ്മുടെ വിശ്വാസ ജീവിതം എൻ്റെ ഇഷ്ടത്തിന് ക്രിസ്തുവിനെ മാറ്റാനാണോ, അതോ ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിന് എന്നെ മാറ്റാനാണോ? ഇന്നത്തെ വചനം പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. ഈശോ തൻ്റെ വാക്കിലൂടെയും കർമ്മത്തിലൂടെയും താൻ ദൈവപുത്രനാണ് എന്ന് തെളിയിച്ചിട്ടും അത് അംഗീകരിക്കാനോ അത് ഉൾക്കൊള്ളാനോ ക്രിസ്തുവിൻ്റെ അനുയായിയാകാനോ തയ്യാറാകാത്തവരുടെ ചോദ്യങ്ങളും അതിനുള്ള പ്രതികരണവുമാണ്. നമ്മളെത്തരത്തിലുള്ള വിശ്വാസിയാണ് എന്ന് സ്വയം വിലയിരുത്താനും യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി തീരാനുമൊക്കെയുള്ള കൃപ യാചിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് തുടരാം.